ഇന്ത്യൻ ഹൗസിംഗ് വിപണി സർവകാല റെക്കോർഡാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഉയർന്ന പലിശ നിരക്ക് നിലനിൽക്കുന്ന ഈ ഒരു സമയത്താണ് ഇത്രയധികം വലിയൊരു മുന്നേറ്റം റിയൽറ്റി മേഖലയിൽ കാണുന്നതെന്ന് പ്രത്യേകം ഓർമ്മിക്കണം. ഏതെങ്കിലും ഒരു ആർക്കിടെക്റ്റിനെയോ കോൺട്രാക്ടറിനെയോ വീട് നിർമ്മിക്കാൻ ഏൽപ്പിച്ചു മാറിയിരിക്കുന്നതിന് അപ്പുറം സ്വപ്ന ഭവനം എങ്ങനെ ഭംഗിയുള്ളതാക്കി മാറ്റാം എന്നത് പ്രഥമ പരിഗണനയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീട് എന്നത് ഒരു വികാരം കൂടിയായിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഇന്റീരിയർ ഭംഗിയുടെ പ്രാധാന്യം തരി പോലും കുറച്ചു കാണാത്ത ഒരു തലമുറയാണ് ഇപ്പോൾ കടന്നു വരുന്നത്. അല്ലെങ്കിൽ തന്നെ കൊള്ളാലോ നിങ്ങളുടെ വീട് എന്ന് കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആരുണ്ട്? വീടുകൾ മാത്രമല്ല, ജിംനേഷ്യങ്ങൾ, ഇൻഡോർ സ്പോർട്സ് ക്ലബ്ബുകൾ, ഓഡിറ്റോറിയങ്ങൾ തുടങ്ങി എല്ലായിടങ്ങളും ഭംഗിയുള്ളതാക്കണം എന്നതാണ് വിട്ടുവീഴ്ചയില്ലാത്ത പുതിയ നിർമ്മാണ തന്ത്രം. ഒരു നിക്ഷേപകന് റിയൽറ്റി ഫൈനാൻസിംഗ് കമ്പനികളിലെ അവസരങ്ങളാണ് ഹൗസിംഗ് ട്രെൻഡുകൾ ഉയരുന്നത് എന്നത് ഏറെ ചർച്ചയായി കഴിഞ്ഞു. എങ്കിൽ ഇനി ഗൃഹ അലങ്കാരത്തിന് ലഭിക്കുന്ന ഈ സ്വീകാര്യത നിക്ഷേപക മാർഗങ്ങളായി മാറുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഡെക്കറേറ്റീവ് ലാമിനേറ്റ് വിപണിയിലെ ഒരു കമ്പനിയെ പരിചയപ്പെടാം. റിസർച്ച് ഡെസ്കിൽ നിന്നും ജസ്നി ഹന്ന ഫിലിപ്പ് തയ്യാറാക്കിയ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക്. ഇന്ത്യയിലെ ഡെക്കറേറ്റീവ് ലാമിനേറ്റ് വിപണിയെ പ്രധാനമായും നയിക്കുന്നത് ഉയർന്ന ജീവിത നിലവാരവും പ്രതിശീർഷ വരുമാനവും വർദ്ധിച്ചതുമാണ്. റെഡി ടു അസംബ്ലിംഗ് ഫ്ലോറിംഗുകൾ, ഫർണിച്ചറുകൾ, ക്യാബിനറ്റുകൾ എന്നിവയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതി ആധുനിക ഡിസൈനുകളിലേക്ക് മാറാൻ ഉപഭോക്താക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. കൂടാതെ അലങ്കാര ലാമിനേറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ എളുപ്പമാണെന്നുള്ളതും ഇതിനെ ആകർഷകമാക്കുന്നു. വളരുന്ന നഗരവൽക്കരണം ഇന്ത്യൻ ഫർണിച്ചർ വ്യവസായത്തിനെ ദ്രുതഗതിയിൽ മുമ്പോട്ടേക്ക് നയിക്കുന്നു. 2025ഓടെ ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ 40% നഗരങ്ങളിൽ അധിവസിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ലാമിനേഷൻ വ്യവസായത്തിലെ മൊത്തം ഉപഭോഗത്തിന്റെ 60% കടന്നുവരുന്നത് നഗരപ്രദേശങ്ങളിൽ നിന്നാണ്. ഇത് കൂടുതൽ ബിസിനസ് സാധ്യതകൾ തുറക്കുന്നു. വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന ഓഫീസുകൾ, ജിംനേഷ്യങ്ങൾ, കൺവെൻഷൻ സെന്ററുകൾ, ഇൻഡോർ സ്പോർട്സ് ക്ലബ്ബുകൾ, ഓഡിറ്റോറിയങ്ങൾ എന്നിവയും ലാമിനേഷൻ പോലെയുള്ള ഡെക്കറേറ്റീവ് ഇന്റീരിയർ സേവനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. സർക്കാർ തലത്തിൽ സ്മാർട്ട് സിറ്റികൾ, ആവാസ് യോജന മുതലായ പദ്ധതികൾ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് ഊർജം പകരുന്നത് ഡെക്കറേറ്റീവ് വ്യവസായത്തിനും ഊന്നൽ നൽകുന്നു. അലങ്കാര ലാമിനേറ്റുകളിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന കമ്പനികളിലൊന്നാണ് സ്റ്റൈലം ഇൻഡസ്ട്രീസ്. ഇന്ത്യയിൽ PU+ ലാക്വർ കോട്ടിംഗ് ലാമിനേറ്റ് ഫിനിഷുകൾ, സോളിഡ് അക്രിലിക് പാനൽ എന്നിവ നിർമ്മിക്കുന്ന മുൻനിര കമ്പനി കൂടിയാണ് സ്റ്റൈലം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ ലാമിനേറ്റ് പ്രൊഡക്ഷൻ ഫാക്ടറി നടത്തുന്നത് കമ്പനിയാണ്. മീഡിയം ഡെൻസിറ്റി ഫൈബർ പാനലുകളുടെ നിർമ്മാണത്തിലൂടെ പുതിയൊരു വിപണി സാധ്യതയിലേക്കും കമ്പനി നീങ്ങിയിട്ടുണ്ട്. സ്റ്റൈലം ഇൻഡസ്ട്രീസിന് ദക്ഷിണേന്ത്യയിൽ ഒരു പ്രധാന വിപണി സ്ഥാനമുണ്ട്. ഡെക്കറേറ്റീവ് ലാമിനേറ്റുകൾ, പെർഫോമൻസ് ലാമിനേറ്റുകൾ, സ്പെഷ്യലിറ്റി ലാമിനേറ്റുകൾ, എക്സ്ക്ലൂസീവ് സർഫേസുകൾ, അക്രിലിക്, സോളിഡ് സർഫേസുകൾ എന്നിങ്ങനെ കമ്പനിയുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ നീളുന്നു. ആഡംബര ഗ്രേഡുള്ള ഉൽപ്പന്നങ്ങളാണ് മിക്കവയും. കമ്പനിയുടെ മറ്റൊരു പ്രത്യേകത, വരുമാനത്തിന്റെ 2/3 കടന്നു വരുന്നത് കയറ്റുമതിയിൽ നിന്നാണ്. പ്ലൈവുഡ് മേഖലയിലേക്കുള്ള കാൽവയ്പും അക്രിലിക് സെഗ്മെന്റിൽ 50%-ലധികം CAGR വേഗതയിൽ വളരുമെന്ന പ്രതീക്ഷകളും കമ്പനിയെ കുതിപ്പിന് സഹായിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. GSTയുടെ വരവോടെ അസംഘടിത മേഖലയിൽ നിന്നും സംഘടിത മേഖലയിലേക്കുള്ള നീക്കവും കമ്പനികൾക്ക് ഗുണകരമാണ്. കമ്പനിയുടെ സെയിൽസ്, മാർജിൻ, കടബാധ്യത എന്നിവയിലെ ട്രെൻഡും ആശാവഹമാണ്. 2017 294 കോടി രൂപ വരുമാനമായി രേഖപ്പെടുത്തിയതിൽ നിന്നും 2021 480 കോടി രൂപയായി ഉയർന്നു. 2023 സാമ്പത്തിക വർഷത്തിൽ വരുമാനമായി രേഖപ്പെടുത്തിയത് 952 കോടി രൂപയാണ്. 2021 കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 55 കോടി രൂപ ആയിരുന്നെങ്കിൽ 2 മടങ്ങോളം ഉയർച്ചയോടെ 96 കോടി രൂപയായി 2023 സാമ്പത്തിക വർഷം റിപ്പോർട്ട് ചെയ്തു. കടബാധ്യതകളും ഗണ്യമായി കുറച്ചുകൊണ്ടുവരാൻ കമ്പനിക്ക് സാധിച്ചു. കമ്പനിയിലെ നിക്ഷേപം 2021 മാർച്ചിലെ 4% നിന്നും 2023 ഡിസംബറിലേക്ക് 12% ഉയർത്തിയിട്ടുണ്ട്. ഈ കാലയളവിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ്സിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടില്ല. ആഭ്യന്തര വിപണി 3-ാം പാദ കാലയളവിൽ ദുർബലമായി കാണപ്പെട്ടു. അസംഘടിത കളിക്കാരിൽ നിന്നുമുള്ള ഉയർന്ന മത്സരമാണ് കാരണം. പക്ഷേ ലോജിസ്റ്റിക് വെല്ലുവിളികൾക്കിടയിലും കയറ്റുമതി വിപണിയിൽ ശക്തമായ ട്രാക്ഷൻ കണ്ടു. റെഡ് സീ പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും US വിപണിയിലെ ഡിമാൻഡിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായില്ല. ചെങ്കടലിലെ നിലവിലെ രൂക്ഷസ്ഥിതി തുടർന്നാൽ ഉണ്ടായേക്കാവുന്ന ചിലവുകൾ ഉപഭോക്താക്കളിലേക്ക് കൈമാറിയേക്കാം. ആഭ്യന്തര വോളിയം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ആന്റി ഡംപിംഗ് ഡ്യൂട്ടിയിലെ പുരോഗമനങ്ങളെക്കുറിച്ചും മാനേജ്മെന്റ് ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നു.
ഡിസംബറിൽ അവസാനിച്ച ത്രൈമാസത്തിൽ കമ്പനിയുടെ വരുമാനം 8.3% ഇടിഞ്ഞ് 214.6 കോടി രൂപയായി. വിൽപ്പന കണക്കുകൾ വിദഗ്ധരുടെ പ്രതീക്ഷകൾക്കും താഴെയായിരുന്നു. നിലവിലുള്ള ഭൗമരാഷ്ട്രീയ പിരിമുറുക്കം കാരണം കയറ്റുമതിയുടെ അളവ് കുറയുന്നതാണ് വരുമാനത്തിലെ ഇടിവിന് കാരണം. ഇതുമൂലം 18 മുതൽ 20 കോടി രൂപയുടെ കയറ്റുമതി അവസരം നഷ്ടപ്പെട്ടതായി മാനേജ്മെന്റ് വ്യക്തമാക്കുന്നു. വരുമാനത്തിൽ ഇടിവുണ്ടായിട്ടു കൂടി നെറ്റ് പ്രോഫിറ്റ് വാർഷികാടിസ്ഥാനത്തിൽ 30.4% വർദ്ധിച്ച് 31.3 കോടി രൂപയിലെത്തി. അതേസമയം അസംസ്കൃത വസ്തുക്കളുടെ വില മാറ്റമില്ലാതെ നിലനിന്നതിനാൽ മാർജിൻ മെച്ചപ്പെട്ടു. ചെങ്കടൽ പ്രതിസന്ധി ചരക്ക് ചെലവിനെ ബാധിച്ചിട്ടും എബിഡ മാർജിൻ നിലനിർത്താൻ കമ്പനിക്ക് കഴിഞ്ഞു. നിലവിലുള്ള ഉൽപാദന ശേഷി വിപുലീകരിക്കുന്നതിനായി അടുത്ത 12 മുതൽ 15 മാസങ്ങളിൽ 150 മുതൽ 170 കോടി രൂപ ചെലവഴിക്കാൻ കമ്പനിക്ക് പദ്ധതിയുണ്ട്. തുടക്കത്തിൽ 200 മുതൽ 225 കോടി രൂപ വരുമാനം നേടാനാണ് ലക്ഷ്യമിടുന്നത്. പൂർണ്ണശേഷിയിൽ പുതിയ പ്ലാന്റിന് 800 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടാക്കാനാകും. പുതിയ പ്ലാന്റ് 2025 രണ്ടാം പാദത്തോടെ പ്രവർത്തനക്ഷമമാകുമെന്ന് കരുതപ്പെടുന്നു. അതേസമയം അടുത്ത 2 വർഷത്തിനുള്ളിൽ പൂർണ്ണശേഷി കൈവരിക്കാനാകുമെന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ. നിലവിലെ ഓഹരി വിലയിൽ വാല്യുവേഷൻ ആകർഷകമാണെന്ന് SBI സെക്യൂരിറ്റീസ് വിലയിരുത്തുന്നു. ഓഹരിയൊന്നിന് 1886 രൂപയാണ് ടാർഗറ്റ് വിലയായി നിശ്ചയിച്ചിരിക്കുന്നത്. റിസർച്ച് ഡെസ്ക്, മൈഫിൻ TV.